നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കാൻ ശക്തമായി കർമ്മരംഗത്തിറങ്ങുമെന്ന് മുസ്ലിം ലീഗ് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി യോഗം പ്രഖ്യാപിച്ചു. മരണാസന്നമായ ഇന്ത്യൻ ജനാധിപത്യത്തെ വീണ്ടെടുക്കാനുള്ള അവസാനത്തെ അവസരമാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് യോഗം വിലയിരുത്തി. ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ യോഗം ഉദ്ഘാടനം ചെയ്തു. PAC ചെയർമാൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സ്വാഗതം ആശംസിച്ചു. മുസ്ലിം ലീഗ് ദേശീയ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായുള്ള സംസ്ഥാന കമ്മിറ്റി രൂപീകരണം 15 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും. ഓൺലൈൻ ആപ്പ് മുഖേന നടത്തിയ മെമ്പർഷിപ്പ് പ്രവർത്തനം വിജയകരമായെന്ന് യോഗം വിലയിരുത്തി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മുസ്ലിം ലീഗ് ദേശീയ ആസ്ഥാന മന്ദിരമായ ഖാഇദെ-മില്ലത്ത് സെന്റർ ഏറെ വൈകാതെ പ്രവർത്തന സജ്ജമാക്കും. രജിസ്ട്രേഷൻ സംബന്ധിച്ച നടപടികൾ ET മുഹമ്മദ് ബഷീർ MP കൺവീനറായ MP-മാരുടെ ഡൽഹിയിലെ പ്രമുഖ അഭിഭാഷകരും പ്രൊഫഷണലുകളും ഉൾപ്പെടുന്ന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കുന്ന മുറക്ക് സോഫ്റ്റ് ലോഞ്ചിങ് നടക്കും. അടുത്ത ദേശീയ കമ്മിറ്റി യോഗം ഖാഇദെ-മില്ലത്ത് സെന്ററിൽ തന്നെ ചേരുന്ന രീതിയിലാണ് ആലോചിക്കുന്നത്. തീയതി ഉടൻ പ്രഖ്യാപിക്കും. സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെ മുഴുവൻ പ്രവർത്തികളും കഴിഞ്ഞതിന് ശേഷം സമ്പൂർണ്ണ ഉദ്ഘാടനം പ്രഖ്യാപിക്കും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടി പൂർണ്ണ സജ്ജമാണെന്ന് യോഗം വിലയിരുത്തി. കേരളത്തിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ സാദിഖലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തി. തമിഴ്നാട്ടിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ സാദിഖലി തങ്ങളുമായി കൂടിയാലോചിച്ച് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ പ്രഖ്യാപിക്കും. കേരളത്തിലും തമിഴ്നാടിലും പുറമെ ചില മണ്ഡലങ്ങളിൽ മത്സരിക്കാനും പാർട്ടി ആലോചിക്കുന്നുണ്ടെന്നും ഇക്കാര്യം ഇന്ത്യ മുന്നണിയിൽ ഉന്നയിച്ച ശേഷം അന്തിമമായി തീരുമാനിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. കേരളത്തിൽ മുസ്ലിം ലീഗ് എത്ര സീറ്റിൽ മത്സരിക്കുന്നുവെന്ന് UDF ചർച്ച ചെയ്ത് പ്രഖ്യാപിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിനെ BJP പരിപാടിയാക്കുന്നതിന് യോഗം അപലപിച്ചു. വിശ്വാസത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്ന BJP തന്ത്രത്തെ മതേതര പാർട്ടികൾ ഒരുമിച്ച് എതിർക്കണമെന്ന് യോഗം ആഹ്വാനം ചെയ്തു. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിന്റെ മറവിൽ മതവിശ്വാസത്തെ രാഷ്ട്രീയ നേട്ടത്തിനുപയോഗിക്കുന്ന BJP RSS നിലപാടിനെ തുറന്നു കാണിച്ച കോൺഗ്രസ് നിലപാടിനെ യോഗം സ്വാഗതം ചെയ്തു. തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ വിജയം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കായി സജ്ജരാക്കാൻ രാജ്യത്തെമ്പാടുമുള്ള പ്രവർത്തകരോട് PAC ആഹ്വാനം ചെയ്തു. മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസേഷൻ സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ, ദേശീയ ട്രഷറർ PV അബ്ദുൽ വഹാബ്, ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുസ്സമദ് സമദാനി, ദേശീയ വൈസ് പ്രസിഡന്റ് ദസ്തകീർ ആഗ, ദേശീയ സെക്രട്ടറിമാരായ ഖുംറ അനീസ് ഉമർ, സിറാജ് ഇബ്രാഹിം സേട്ട്, കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം, കേരള അസംബ്ലി പാർട്ടി സെക്രട്ടറി KPA മജീദ്, തമിഴ്നാട് സംസ്ഥാന ജനറൽ സെക്രട്ടറി KM അബൂബക്കർ, ദേശീയ സെക്രട്ടറി CK സുബൈർ, MP മുഹമ്മദ് കോയ, MS അലവി, യൂത്ത് ലീഗ് ദേശീയ പ്രസിഡന്റ് ആസിഫ് അൻസാരി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, ഓർഗനൈസേഷൻ സെക്രട്ടറി TP അഷ്റഫ് അലി, MSF ദേശീയ പ്രസിഡന്റ് അഹമ്മദ് ഷാജു, MSF ദേശീയ ജനറൽ സെക്രട്ടറി SH അർഷദ്, ഖാഇദെ-മില്ലത്ത് പ്രൊജക്ട് കോർഡിനേറ്റർ PMA സമീർ എന്നിവരും സംസാരിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.